السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റ് ആണ് അല്ലേ. ഉൻവാനു അൽ വഹദത്തുൽ ഊല. 1ാമത്തെ യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? അത്തല്ലാമുൻ അല്ലേ. അത്തല്ലാമുൻ എന്താണ്? അത്തല്ലാമുൻ എന്ന് പറഞ്ഞാൽ ഐക്യദാർഢ്യം അല്ലേ. ഐക്യദാർഢ്യം. എല്ലാവരോടും നല്ല ഐക്യത്തില്, നല്ല സാഹോദര്യത്തില്, ഒത്തൊരുമയിൽ കഴിയാൻ വേണ്ടിയിട്ട് നല്ല സന്ദേശം ഓതുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ ഈ 1ാമത്തെ യൂണിറ്റ് അല്ലേ. അപ്പോൾ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞു. മൻസിലുൽ ജമീലി, തൻ്റെ സഹപാഠിക്കൊരു വീട് എന്നൊരു ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലേ ഏകദേശം. അപ്പോൾ ഇനി എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്? ഫഹിംന ഫി ദർസിൽ മാലി അൻ അഫാലിൽ മാലി വൽ മുദാറ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കിയത്? 1ാമത്തെ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസുകളൊക്കെ നോക്കി. അതിൽ ഫേലു മാലി വൽ മുലാരി അതിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി അല്ലേ. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അൽ-യൗമ നദ്ഖുലു ഇലാ ദർസിൻ ജദീദ്. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഇസ്മു ദർസുന ലാ തഹസൻ. ലാ തഹസൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലാ തഹസൻ എന്ന് പറഞ്ഞാൽ ഡോണ്ട് ബി സാഡ് അല്ലേ. നീ ദുഃഖിക്കരുത്, നീ സങ്കടപ്പെടരുത് എന്നാണ് പറയുന്നത്. ഡോണ്ട് ബി സാഡ്, ലാ തഹസൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എല്ലാം റെഡി അല്ലേ? ഉള്ളറു ഇല സഫത്ത് സാനി അഷർ. 12ാമത്തെ പേജിലോട്ട് നോക്കൂ. തുടങ്ങിയാലോ? بعد تسليم البيت زار الوزير أسرة أيمن وتكلم مع أبيه أحمد وهو على الكرسي المتحرك. بعد تسليم البيت, അങ്ങനെ വീടിൻ്റെ സമർപ്പണമൊക്കെ കഴിഞ്ഞതിന് ശേഷം, വീട് ഏൽപ്പിച്ചതിന് ശേഷം, ആർക്ക്? നമ്മുടെ ഐമനില്ലേ, ഐമനിൻ്റെ ഫാമിലിക്ക് ഒരു വീടൊക്കെ നൽകില്ലേ അവൻ്റെ കൂട്ടുകാർ. അപ്പോൾ ആ വീടിൻ്റെ സമർപ്പണമൊക്കെ കഴിഞ്ഞതിന് ശേഷം സാറൽ വസീർ, മിനിസ്റ്റർ സന്ദർശിച്ചു ഉസ്രത്ത് ഐമൻ, ഐമനിൻ്റെ ഫാമിലിയെ, കുടുംബത്തെ സന്ദർശിച്ചു. ഒത്തക്കല്ലമ മാബീഹി, അങ്ങനെ ഒത്തക്കല്ലമ സംസാരിച്ചു. ആര്? വസീർ കേട്ടോ, നമ്മുടെ മിനിസ്റ്റർ. ആരായിരുന്നു മിനിസ്റ്റർ? വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു അല്ലേ. അപ്പോൾ അവർ സംസാരിച്ചു. മാബീഹി അഹ്മദ്. ആര്? ഐമൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? അഹ്മദാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പിതാവായ അഹ്മദിനോട് സംസാരിച്ചു. വഹുവ അലാ കുർസിയിൽ മുത്തഹരിക്ക്. വഹുവ അവന് അലാ കുർസിയിൽ മുത്തഹരിക്ക്. കുർസിയിൽ മുത്തഹരിക്ക് പറഞ്ഞാൽ വീൽ ചെയറിനാണ് കേട്ടോ പറയാ. വീൽ ചെയർ. കുർസിയിൽ മുത്തഹരിക്ക് പറഞ്ഞാൽ ചലിക്കുന്ന കസേര എന്ന് പറഞ്ഞാൽ വീൽ ചെയർ. അപ്പോൾ ബാദ തസ്ലീമിൽ ബൈത്തി സാറൽ വസീറു. ആഫ്റ്റർ ഹാൻഡ് ഓവർ ദി ഹൗസ് زار الوزير أسرة أيمن. The minister visited Ayman's family. أسرة يعني family. Ayman's family. وتكلم مع أبيه أحمد. and spoke with his father. أبي أحمد وهو على كرسي المتحرك. وهو അല്ല കുർസിയിൽ മുത്തഹരിക്ക് പറഞ്ഞാൽ എന്താണ്? ഹുവാസ് ഇൻ എ വീൽ ചെയർ. അവനൊരു അഹ്മദ്, അവൻ്റെ പിതാവായ അഹ്മദ് വീൽ ചെയറിലാണ് അല്ലേ. ഹുവ അലൽ കുർസിയിൽ മുത്തഹരി, ഹുവാസ് ഇൻ എ വീൽ ചെയർ. അങ്ങനെ മിനിസ്റ്റർ അവരോട്, നമ്മുടെ മന്ത്രിയായ, വിദ്യാഭ്യാസ മന്ത്രിയായ അവർ ഐമനിൻ്റെ പിതാവിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്താണ്? ലാ തഹ്സൻ അല്ലേ, ഡോണ്ട് ബി സാഡ്, നിങ്ങൾ സങ്കടപ്പെടരുത് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഒരു ഹിവാറാണ് കേട്ടോ, ഒരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങിയാലോ? എന്താണ് പറയുന്നത്? വസീറാണ് തുടങ്ങുന്നത് അല്ലേ. വസീർ, മിനിസ്റ്റർ സംസാരിക്കുകയാണ്. മസാൽ ഖൈർ, അങ്ങനെ വൈകുന്നേരമാണ് അല്ലേ. വീടിൻ്റെ ആ സെറിമണിയൊക്കെ കഴിഞ്ഞത് വൈകുന്നേരമായിരുന്നു. അപ്പം അവർ സംസാരിക്കുകയാണ്. ഗുഡ് ഈവനിങ് എന്നാണ് കേട്ടോ സംസാരിക്കുന്നത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മസാൽ ഖൈർ, ഗുഡ് ഈവനിങ്. അത് നമ്മളിപ്പോൾ രാവിലെയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുക എങ്ങനെ?
അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയൂല്ലേ. അപ്പോൾ അതൊക്കെ ഒരു കെലിമാത്തു തഹ്ദീബിയയിൽ പെട്ടതാണ്, നമ്മുടെ ഉപചാര വാക്കുകളിൽ പെട്ടതാണ് അല്ലേ. നമ്മൾ ഒരാളെ മര്യാദപൂർവ്വം ഒരാളോട് സംസാരിക്കുമ്പോൾ തുടങ്ങുന്ന ഉപചാര വാക്കുകളാണ്. അപ്പോൾ എല്ലാവരും ഈ ഹിവാർ കേൾക്കുമ്പോൾ ഇതിൽ ഒരുപാട് ഉപചാര വാക്കുകൾ വരുന്നുണ്ട്, അൽ കലിമാത്തു തഹ്ദീബിയ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വസീർ എന്താണ് പറയുന്നത്? മസാ അൽ ഖൈർ, ഗുഡ് ഈവനിങ് എന്ന് പറയാണ്. അപ്പോൾ അഹ്മദ് മസാ നൂർ, തിരിച്ച് അതിൻ്റെ ഗുഡ് ഈവനിങ് എന്നുള്ളതിൻ്റെ അടുത്ത വേർഡ് കേട്ടോ, തിരിച്ചു പറയുന്നത് നമ്മൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ വസീർ മിനിസ്റ്റർ, കൈഫൽ ഉമൂർ യാ അഹ്മദ് എന്നാണ് ചോദിക്കുന്നത്. കൈഫൽ ഉമൂർ, ഹൗ ആർ തിങ്സ് അഹ്മദ് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കൈഫ എങ്ങനെയുണ്ടാൽ, ഉമൂർ കാര്യങ്ങൾ ഇപ്പം എങ്ങനെയുണ്ട് യാ അഹ്മദ് എന്ന് ചോദിക്കുകയാണ്. ഹൗ ആർ തിങ്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അഹ്മദ് തമാം അൽഹംദുലില്ല, ഓക്കെ കുഴപ്പമൊന്നുമില്ല, താങ്ക് യു, താങ്ക് ഗോഡ്. അൽഹംദുലില്ല എന്നാൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയാണ്. അതൊരു ഉപചാര വാക്കുകളിൽ പെടുത്താണ് കേട്ടോ, തമാം അൽഹംദുലില്ല. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ കൈഫ ഹാലുക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഞാൻ ഓക്കെ ആണ് എന്ന് പറയില്ലേ, ഞാൻ വെരി വെൽ ഓക്കെ ആണ് എന്ന് സംസാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, തമാം അൽഹംദുലില്ല. എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് താങ്ക് ഗോഡ് എന്ന് പറയാണ്, അൽഹംദുലില്ല അള്ളാഹുവിനെ സ്തുതി. അപ്പോൾ വസീർ എന്താ പറയുന്നത്? ആത്തക്കിതു അന്നക മുർത്താഹുൻ അൽ ആൻ, ആത്തക്കിതു ഞാൻ വിശ്വസിക്കുന്നു, അന്നക മുർത്താഹുൻ താങ്കൾ എന്താണ് കംഫർട്ടാണെന്ന് ഞാൻ, എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നല്ല ഒരു നിലയിലാണ് അല്ലേ, കംഫർട്ട് സോണിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. ആത്തക്കിതു ഞാൻ വിശ്വസിക്കുന്നു, അന്നക മുർത്താഹുൻ അൽ ആൻ, ഐ തിങ്ക് ഹി ഈസ് കംഫർട്ടബിൾ നൗ. അൽ ആൻ എന്ന് പറഞ്ഞാൽ നൗ, ഇപ്പോൾ നിങ്ങളൊരു നല്ലൊരു റാഹത്തിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അഹ്മദ് എന്താണ് പറയുന്നത്? ഐമൻ്റെ പിതാവ്, തൊബാൻ നഹ്നു മസ്റൂറൂൻ ബിതആവുനി ഹൗലാഇ തുല്ലാബ്. അപ്പം എന്താ പറയുന്നത്? നമ്മുടെ വീടിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്നാണ് അല്ലേ. അപ്പോൾ എന്താണ് അഹ്മദിൻ്റെ പിതാവ് പറയുന്നത്? തൊബാൻ, അതെ, നാം, ഓഫ് കോഴ്സ് എന്നൊക്കെ പറയാം, എക്സാക്ട്ലി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നല്ലൊരു റാഹത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തൊബാൻ, ഓഫ് കോഴ്സ്, എക്സാക്ട്ലി, അതെ, ശരിയാണ് എന്ന് പറയാണ്. നഹ്നു മസ്റൂറൂൻ ബിതആവുനി ഹൗലാഇ തുല്ലാബ്, നഹ്നു മസ്റൂറൂൻ ഞങ്ങൾ സന്തോഷവാന്മാരാണ്, ഞങ്ങളെല്ലാവരും സന്തോഷവാന്മാരാണ്. എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് ആരാണ്? നഹ്നു പറഞ്ഞാൽ ഞങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അഹ്മദ്, ഐമനിൻ്റെ പിതാവായ അഹ്മദും അതുപോലെ അവരുടെ ഉമ്മയും ഒക്കെ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ പറയാൻ ഞങ്ങൾ ഇപ്പോൾ സന്തോഷവാന്മാരാണ്. ബിതആവുനി ഹൗലാഇ തുല്ലാബ്, ആ വിദ്യാർത്ഥികളുടെ, ആ സ്റ്റുഡൻസിൻ്റെ എന്താണ് ബിതആവുനി അവരുടെ ആ സഹകരണം അല്ലേ. തആവുന് പറഞ്ഞാൽ പരസ്പര സഹകരണത്തിനാണ് കോപ്പറേഷൻ അല്ലേ, അതിനെയാണ് നമ്മൾ തആവുൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിതആവുനി ഹൗലാഇ തുല്ലാബ്, നിശ്ചയം ആ വിദ്യാർത്ഥികളുടെ സഹകരണത്താൽ ഞങ്ങളിപ്പോൾ ഭയങ്കര സന്തോഷവാന്മാരാണ്. അപ്പൊ എന്താ പറയുന്നത്? തൊബാൻ നഹ്നു മസ്റൂറൂൻ ബിതആവുനി ഹൗലാഇ തുല്ലാബ്, ഓഫ് കോഴ്സ് വി ആർ പ്ലീസ്ഡ് വിത്ത് ദ കോപ്പറേഷൻ ഓഫ് ദിസ് സ്റ്റുഡൻസ് അല്ലേ, ഈ വിദ്യാർത്ഥികളുടെ. അപ്പോൾ വസീർ അത് കേട്ടപ്പോൾ വസീർ എന്താ പറയുന്നത്? ഹൽ യുംകിനുക തൗലിയ തിൽക്കൽ മഹസാത്ത്, ഹൽ യുംകിനുക നിങ്ങൾക്ക് എന്താണ് ആസ്കഡ്, എന്താണ് ചോദിക്കുന്നത്? ഹൽ യുംകിനുക നിങ്ങൾക്ക് സാധിക്കുമോ തൗലീഹു തിൽക്കൽ മഅസ, ആ ഒരു ട്രാജഡിയിലെ ആ ദുരന്തം വ്യക്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ക്യാൻ യു എക്സ്പ്ലെയിൻ ദാറ്റ് ട്രാജഡി എന്ന് ചോദിക്കുകയാണ്. ക്യാൻ യു എക്സ്പ്ലെയിൻ, തൗലീഹ് പറഞ്ഞാൽ വിവരിക്കാൻ, വ്യക്തമാക്കി തരാം, വിവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദാറ്റ് തിൽക്കൽ മഅസ പറഞ്ഞാൽ, മഅസാത്ത് പറഞ്ഞാൽ ആ ദുരന്തം, ആ ഒരു മുമ്പ് നടന്നു പോയ ആ ദുരന്തം ഇല്ലേ, അത് വീണ്ടും ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. അജാബ അഹ്മദ്, അപ്പോൾ ഐമനിന്റെ പിതാവ് എന്താ മറുപടി പറഞ്ഞേ? ഫിസ്സനത്തിൽ മാലിയ ഫീ ലൈലത്തിൻ മുളിമത്തിൻ കുന്നാ നായിമീൻ ഫജഅത്ത്
ഇൻഹാറത്തു സുഹൂറു അലാ ബൈത്തിന ദറഫത്ത് അയ്നാഹു. എന്താണ് പറയുന്നത്? എന്താണ് മറുപടി പറഞ്ഞത്? ഫിസ്സനത്തിൽ മാലിയ, ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം അല്ലേ, കഴിഞ്ഞ വർഷം, ഫി ലൈലത്തിൻ മുസ്ലിമത്തിൻ, എ ഡാർക്ക് നൈറ്റ്, ഓൺ എ ഡാർക്ക് നൈറ്റ്. ഫി ലൈലത്തിൻ മുസ്ലിമത്തിൻ എന്ന് പറഞ്ഞാല് ഓൺ എ ഡാർക്ക് നൈറ്റ്, ഒരു കൂരിരുട്ടുള്ള രാത്രിയില്, ലൈലത്ത് പറഞ്ഞാല് രാത്രി, മുസ്ലിമത്തിൻ എന്ന് പറഞ്ഞാല് ഇരുട്ടുള്ള രാത്രിയില്, കുന്നാന ഇമീൻ, വി വേർ സ്ലീപ്പിംഗ്, ഞങ്ങളിവിടെ ഉറങ്ങുകയായിരുന്നു. നാഇമീൻ എന്ന് പറഞ്ഞാല് നാമ പറഞ്ഞാൽ ഉറങ്ങി അല്ലേ, നാഇമീൻ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. വി വേർ സ്ലീപ്പിംഗ്, ഞങ്ങളിവിടെ ഉറങ്ങുകയായിരുന്നു. ഫുജാത്തൻ ആൻഡ് സഡൻലി, അപ്പോൾ പെട്ടെന്ന്, ഫുജാത്ത് പറഞ്ഞാല് സഡൻലി, പെട്ടെന്ന്, ഇൻഹാറത്ത് സുഹൂറു അലാ ബൈത്തിന, ഇൻഹാറത്ത് സുഹൂറു അലാ ബൈത്തിന, റോക്സ് കൊളാപ്സ്ഡ് ഓൺ അവർ ഹൗസ്. ഇൻഹാറത്ത് പറഞ്ഞാല് വന്ന് പതിച്ചു എന്നാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഉതിർന്നു വീണു എന്നൊക്കെ കേട്ടോ. ഇൻഹാറത്ത് അത് വന്നു പതിച്ചു, അത് ഞങ്ങൾ ഉതിർന്നു വീണു. സുഹൂർ പാറക്കല്ലുകൾ, അലാ ബൈത്തിന നമ്മുടെ വീടിന് മുകളിലേക്ക് പാറക്കല്ലുകൾ വന്നു പതിച്ചു. എന്താണ്? റോക്സ് കൊളാപ്സ്ഡ് ഓൺ അവർ ഹൗസ് എന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ അങ്ങനെ ഇടറിയാണല്ലേ അവർ സംസാരിക്കുന്നത്, മുറിഞ്ഞു സംസാരിക്കുകയാണ്. അപ്പൊ ദറഫത്ത് ഐനാഹു, ഹിസ് ഐസ് വെല്ലിഡ് അപ്പ് എന്ന് വെച്ചാല് അവരുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ പറയുമ്പോ കണ്ണ് നിറഞ്ഞിട്ടാണ് അവര് സംസാരിക്കുന്നത് കേട്ടോ, കണ്ണ് നനഞ്ഞിട്ടുണ്ട്. അപ്പൊ വസീർ, നമ്മുടെ മന്ത്രി എന്താണ് പറയുന്നത്? സ്വദീഖി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന കൈഫ നജൗതും. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? സ്വദീഖി, മൈ ഫ്രണ്ട്, ഏയ് കൂട്ടുകാരാ കരയല്ലേ എന്നൊക്കെ പറയില്ലേ, ഹേയ് കൂട്ടുകാരാ, സ്വദീഖി ലാ തഹ്സൻ, മൈ ഫ്രണ്ട്, ഡോണ്ട് ബി സാഡ്, സങ്കടപ്പെടരുത്. ഇന്നല്ലാഹ മഅന, ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോടൊപ്പമുണ്ട്. ഇന്നല്ലാഹു, നിശ്ചയമായും അല്ലാഹു, മഅന നമ്മോടൊപ്പമുണ്ട് അല്ലേ, ദ ഗോഡ് ഈസ് വിത്ത് അസ് എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? കൈഫ നജൗതും, നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഒരു വലിയ പാറക്കല്ലൊക്കെ വന്ന് വീണിട്ട് നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? കൈഫ നജൗതും, ഹൗ ഡിഡ് യു സർവൈവ്, ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ടു വന്നു എന്നാണ് ചോദിക്കുന്നത്. കൈഫ നജൗതും, ഹൗ ഡിഡ് യു സർവൈവ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അഹ്മദ് എന്താ മറുപടി പറയുന്നത്? എന്താ പറയുന്നത്? അജാബ അഹ്മദ്, അൻകദന ജിറാനുന വ അസ്റഊ ബിന ഇലൽ മുസ്തശ്ഫ. എന്താ പറയുന്നത്? അൻകദന ജിറാനുന, ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളെ രക്ഷപ്പെടുത്തില്ലേ. അൻകദന, ഞങ്ങളെ രക്ഷപ്പെടുത്തി, സേവ് ചെയ്തു, ഞങ്ങളെ രക്ഷപ്പെടുത്തി. ആരെ? ജിറാനുന, ഞങ്ങളുടെ അയൽപക്കക്കാര്, ഞങ്ങളെ വീടിനടുത്തുള്ള അയൽപക്കക്കാര് ഞങ്ങളെ സഹായിച്ചു. അവർ നൈബേഴ്സ് സേവ്ഡ് അസ്, ഞങ്ങളെ സഹായിച്ചു. എന്താണ്? അൻകദന പറഞ്ഞാല് ഞങ്ങളെ രക്ഷപ്പെടുത്തി, ജിറാനുന ഞങ്ങളുടെ നൈബേഴ്സ് അയൽക്കാര്, അസ്റഊ ബിന ഇലൽ മുസ്തശ്ഫ ആൻഡ് റഷ്ഡ് us ടു ദി ഹോസ്പിറ്റൽ. അസ്റഊ, അവര് എളുപ്പത്തിൽ ഉളരി ഓടി. അസ്റഊ പറഞ്ഞാല് അവര് ഞങ്ങളെയും കൊണ്ട് എളുപ്പത്തിൽ ഉളരി ഓടുന്നതിനാണ് അസ്റഊ എന്ന് പറയാം. അവർ ധൃതി കൂട്ടി ഓടുന്നതിനാണ്. അസ്റഊ, ഞങ്ങളെയും കൊണ്ട് ധൃതി കൂട്ടി ഓടിപ്പോയി. ബിന ഇലൽ മുസ്തശ്ഫ, ഹോസ്പിറ്റലിലേക്ക് അല്ലേ, ടു ദി ഹോസ്പിറ്റൽ. അപ്പൊ വസീർ, നമ്മുടെ മന്ത്രി എന്താ അപ്പൊ പറയുന്നത്? അൽഹംദുലില്ലാ വദാലിക മിൻ വാജിബിന അൽ ഇൻസാനിയ. അൽഹംദുലില്ലാ, താങ്ക് ഗോഡ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, വദാലിക നിശ്ചയമായി, മിൻ വാജിബിന അൽ ഇൻസാനിയ, എന്താ പറയുന്നത്? അത് ഒരു മാനുഷികമായ ബാധ്യതയാണ് അല്ലേ, രക്ഷപ്പെടുത്തുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ. വദാലിക നിശ്ചയമായും അത്, മിൻ വാജിബിന നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്നൊക്കെയാണ് അല്ലെ. അൽ ഇൻസാനിയെ, മാനുഷികപരമായ ഒരു ബാധ്യതയാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് അവർ ഹ്യൂമൻ ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താ ചോദിക്കുന്നത് വസീറെ? മാ നസീഹത്തുക ലിൽ ജീലിൽ ജദീദ്,
മാ നസീഹത്തുക, എന്ത് ഉപദേശമാണ് താങ്കൾക്കുള്ളത്? മാ നസീഹത്തുക, എന്ത് ഉപദേശമാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇൽ ജീലിൽ ജദീദ്, പുതിയ തലമുറക്ക്, ഈ ന്യൂ ജനറേഷന് നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് പറയാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. മാ നസീഹത്തുക ലിൽ ജീലിൽ ജദീദ്, വാട്ട് ഈസ് യുവർ അഡ്വൈസ്? നസീഹത്ത് പറഞ്ഞാൽ അഡ്വൈസ്, ഉപദേശം. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദി ന്യൂ ജനറേഷൻ, ഈ പുതിയ തലമുറക്ക്. ജീല് പറഞ്ഞാൽ ജനറേഷൻ അല്ലെ. ന്യൂ ജനറേഷന് നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് ആണ് നൽകാനുള്ളത്? വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ദി ന്യൂ ജനറേഷൻ? അപ്പൊ അഹ്മദ് എന്താണ് പറയുന്നത്? അലൈന അൻ നുവാജിഹ കുല്ല മഅസാത്തിൻ ബിസിഖത്തിൻ നഫ്സി വഅൻ നതആവൻ ഫീമാ ബൈനന. എന്താണ് പറയുന്നത്? എന്ത് ഉപദേശമാണ് പറയാനുള്ളത് അഹ്മദിന്? നമ്മുടെ ഐമനിന്റെ പിതാവിന് നമ്മോടൊക്കെ എന്താണ് പറയാനുള്ളത്? അലൈന, നമ്മളുടെ മേൽ എന്തുണ്ട്? അൻ നുവാജിഹ കുല്ല മഅസാത്തിൻ, എല്ലാ ദുരന്തങ്ങളും നമ്മള് നേരിടണം. അൻ നുവാജിഹ പറഞ്ഞാല് നേരിടണം. കുല്ല മഅസാത്തിൻ, എല്ലാ ദുരന്തങ്ങളും, എന്ത് ട്രാജഡി നമുക്ക് വന്നാലും അത് നേരിടണം. ബിസിഖത്തിൻ നഫ്സി, നല്ല ആത്മവിശ്വാസത്തോടെ നമ്മൾ അത് നേരിടണം. ബിസിഖത്തിൻ നഫ്സ് പറഞ്ഞാല് നമ്മളെ മനസ്സിനെ നല്ല ദൃഢമായിട്ട്, നല്ല ആത്മവിശ്വാസത്തോടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിഖത്ത് പറഞ്ഞാൽ ദൃഢമായി, നഫ്സ് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നല്ല ദൃഢമാക്കണം എന്ന് വെച്ചാല് നമ്മൾ നല്ല ആത്മവിശ്വാസത്തോടെ ഈ ദുരന്തങ്ങൾ, ഈ ട്രാജഡി ഒക്കെ നമ്മൾ നേരിടണം എന്നാണ് പറയുന്നത്. വി മസ്റ്റ് ഫേസ് എവറി ട്രാജഡി വിത്ത് സെൽഫ് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. സെൽഫ് കോൺഫിഡൻസ്, സിഖത്തിൻ നഫ്സ് പറഞ്ഞാല് സെൽഫ് കോൺഫിഡൻസ്, നല്ല ആത്മവിശ്വാസത്തോടെ നമ്മൾ അത് നേരിടണം. നതആവന ഫീമാ ബൈനന, നതആവന പറഞ്ഞാല് നമ്മളെന്തും കൂടി ആവണം? പരസ്പര സഹകരണം കൂടി ഉണ്ടാവണം അല്ലെ. നതആവന ഫീമാ ബൈനന, കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സഹകരിച്ചു കൊണ്ട് ജീവിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. നതആവന ഫീമാ ബൈനന ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു കൊണ്ട്, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. അതാണ് ഒരു പുതിയ തലമുറയോട്, ന്യൂ ജനറേഷനോട് ഐമനിന്റെ പിതാവിന് നമ്മോട് പറയാനുള്ളത് അല്ലെ. അപ്പൊ വസീർ, നമ്മുടെ മന്ത്രി എന്താണ് അവസാനമായിട്ട് മാസലാമ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ മാസലാമ, സലാം പറഞ്ഞ് പിരിയുകയാണ്. മാസലാമ പറഞ്ഞാൽ ഗുഡ് ബൈ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ അഹ്മദ് ഫി അമാനില്ല, ഇൻ ഗോഡ്സ് കെയർ എന്ന് വെച്ചാല് ദൈവത്തിന്റെ, അള്ളാഹുവിൽ നിന്നുള്ള ഓരോ പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ഗോഡ്സ് കെയർ, ഫി അമാനില്ല, അതൊക്കെ നമുക്ക് നമ്മളുടെ ഒരു കെലിമാത്ത് തെഹ്ദീബിയയിൽ പെട്ടതാണ് ട്ടോ. മാസലാമ പറഞ്ഞാല് ഗുഡ് ബൈ എന്ന് പറയുന്നത് നല്ലൊരു കെലിമത്താണ്. അതുപോലെ അതിനുശേഷം അപ്പൊ നമുക്ക് എന്ത് പറയാൻ തിരിച്ച്? ഫി അമാനില്ല, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കെയർ ഉണ്ടാവട്ടെ, ഇൻ ഗോഡ്സ് കെയർ എന്നാണ് പറയുന്നത്. തിരിച്ച് ഗുഡ് ബൈ എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവട്ടെ, കെയർ ഉണ്ടാവട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹിവാർ ഇവിടെ തീരുകയാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നന്നായിട്ട് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഒന്ന് നോക്കിയാലോ. നസ്തഖ്രിജു മിനൽ ഹിവാറി അൽ കലിമാത്ത് തഹ്ദീബിയ കമാ ഫിൽ മിസാലി. നസ്തഖ്രിജു മിനൽ ഹിവാറി, ഈ ഹിവാറിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം അൽ കലിമാത്ത് തഹ്ദീബിയ, ഈ ഉപചാരവാക്കുകൾ, പദങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം. കമാ ഫിൽ മിസാലി, താഴെ ഒരു ഉദാഹരണം കാണാം അല്ലെ, ഒരു പോയിന്റിൽ ഒരു ഉദാഹരണം കാണാം. അതുപോലെ നമുക്ക് കലിമാത്ത് തെഹ്ദീബിയ, ഉപചാരവാക്കുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് നമ്മുടെ പാഠഭാഗത്ത് നിന്നും തിരഞ്ഞെടുത്ത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, നമുക്ക് ചാപ്റ്ററിൽ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലായി. നല്ല നമ്മൾ ഒരു കോൺവെർസേഷൻ, ഒരു അഭിമുഖ സംഭാഷണം നടക്കുമ്പോൾ നമ്മൾ പറയേണ്ട നല്ല നല്ല വാക്കുകൾ ഉണ്ട് അല്ലേ. അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, അത് എന്ന് വെച്ചാല് സുബാ അൽ ഖൈർ, സുബാഹന്നൂർ, മസാ അൽ ഖൈർ, മസാ അന്നൂർ, പിന്നെ അങ്ങനെ ഒരുപാട് നല്ല നല്ല വാക്കുകൾ ഉണ്ട് അല്ലേ. അതൊക്കെ
നമ്മുടെ ചാപ്റ്ററിലും കുറച്ച് ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കിയാലോ. അപ്പോൾ എന്നിട്ട് നിങ്ങളത് നോട്ടിൽ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മസാ അൽ ഖൈർ, മസാ അന്നൂർ, ഗുഡ് ഈവനിങ് എന്നുള്ള ഇത് നല്ലൊരു ഉപചാര വാക്കുകളാണ് അല്ലേ. അതുപോലെ ഇങ്ങനെ വന്നിട്ട് 4ാമത്തെ ലൈനിൽ കാണാം, അഹമ്മദ് പറയുന്നുണ്ട് തമാം അൽഹംദുലില്ലാ, ഐ ആം ഓക്കെ, താങ്ക് ഗോഡ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഉപചാര വാക്കാണ് അതല്ലേ. അതുപോലെ പിന്നെ ഏതാ, ഇത്തോബുആൻ നഹ്നു മസ്റൂറൂൻ, ഇത്തോബുആൻ എന്നുള്ളതും ഓഫ് കോഴ്സ് അതൊക്കെ നമ്മളുടെ ഒരു ഉപചാര വാക്കിൽ പെടാം. പിന്നെ വരുന്നത് എന്താണ്, ഇന്നല്ലാഹ മഅന എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇന്നല്ലാഹ മഅന, ഇന്നല്ലാഹു മഅന എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോഡ് ഈസ് വിത്ത് അസ് അല്ലേ, ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഒരു നല്ലൊരു ഉപചാര വാക്കാണ്. അതുപോലെ മാസലാമ, ഫി അമാനില്ല, അതൊക്കെ നല്ല ഉപചാര വാക്കുകളാണ് അല്ലേ. അതുപോലെ അതല്ലാതെ ഒരുപാട് നല്ല ഉപചാര വാക്കുകളുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒരു ചെറിയ ഷോർട്ടായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പാഠഭാഗം നന്നായിട്ട് വായിക്കുക. ഈ അൽ കലിമാത്ത് തഹദീബിയ എന്നുള്ള ഈ ഒരു ചെറിയൊരു വർക്ക്, ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അത് എല്ലാവരും നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ബാക്കി ഭാഗം എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.